ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. ഇന്ന് നമുക്ക് കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെച്ചിട്ടൊരു സിമ്പിൾ പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കപ്പക്കിഴങ്ങൊക്കെ പുഴുങ്ങാൻ എടുക്കുമ്പോഴേ അതിൻ്റെ പുറത്തെ ആ തൊലി ചെത്തി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ചെത്തി നല്ല വൃത്തിയാക്കി വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മധുരക്കിഴങ്ങ് അടുപ്പിൽ വെച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടൊന്ന് ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തായി ഇതിന് വേണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം കൊച്ചുള്ളി വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുഴുക്കിൻ്റെ കൂടെയൊന്നും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എങ്കിലും കുറച്ച് മീൻ വറുത്തതും കറിയും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. മീൻ കറിക്ക് ആവശ്യമായ വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ കറി വയ്ക്കാൻ പോവാണ്. മീൻ കറിക്ക് ആദ്യമായിട്ട് തന്നെ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഉലുവയും ഇട്ടിട്ടുണ്ട്. കടുക് ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ മീൻ കറി വയ്ക്കുന്ന കാന്താരിമുളക് ഇട്ടിട്ടാണ്. കാന്താരിമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊരു കറി പറ്റിച്ചെടുക്കുവാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത്. മുളക് പൊടി നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ മാങ്ങയിട്ടാണ് മീൻ കറി വയ്ക്കുന്നത്. അത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാങ്ങയുടെ ഉപ്പൊക്കെ ഈ ഒരു കറിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലേ പിന്നെ ഉപ്പ് കൂടിയാലോ എന്ന് വിചാരിച്ച്. ഇനി ഈ ഒരു ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കും. മീനും ഇട്ട് അടച്ചു വെച്ചൊന്ന് പറ്റിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോടുള്ള മീൻകറിയാണ്. ഇനി അടുത്തായിട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു മീൻ നമുക്ക് വറുത്തെടുക്കണം. മീനും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് പുഴുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ നമ്മൾ എപ്പോഴും ഈ ദോശ പലഹാരങ്ങൾക്കൊക്കെ പകരം കഴിക്കുന്നതാണ് കപ്പപ്പുഴുക്ക്, മധുരക്കിഴങ്ങ് പുഴുക്കൊക്കെ. നമ്മുടെ നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.